ഹായ് വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ ഗാർഡനിൽ എന്നും പൂക്കൾ തരുന്ന കുറച്ച് വെറൈറ്റീസ് ആയിട്ടുള്ള റോസസിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു റെഡും വൈറ്റും കൂടെ മിക്സഡ് ആയിട്ട് വരുന്നൊരു ക്രീപ്പറാണ് കേട്ടോ. നമ്മുടെ നോർമൽ റെഡ് ക്രീപ്പറല്ല, അതിനേക്കാളും കുറച്ചുകൂടെ വലിപ്പമുള്ള പൂക്കളാണ്. നമുക്ക് ബുഷായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വളർത്താൻ പറ്റും, ഇല്ല നിങ്ങൾക്ക് പടർത്തി വിട്ട് വളർത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള റോസാണ് കേട്ടോ. രണ്ടാമതായിട്ട് വരുന്നത് ലേ മാർണെ എന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. പിങ്കും വൈറ്റും കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു വെറൈറ്റി വരുന്നത്. ചെറിയൊരു കപ്പ് പോലെ ആയിരിക്കും ഇത് ഫ്ലവറിങ് ആവുന്നത്. ഫുള്ളായിട്ട് വിരിയില്ല, ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ മാർഗോ കോസ്റ്ററൊക്കെ പോലെയാണ് ഫ്ലവറിങ് ആയി നിൽക്കുന്നത് കേട്ടോ. ഡാർക്ക് പിങ്ക് ആയിട്ടുള്ളൊരു ഷെയ്ഡും പിന്നെ വിരിഞ്ഞ് കഴിഞ്ഞ് അടുത്തതിൻ്റെ അടുത്ത ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും കളർ ജസ്റ്റ് ഒന്ന് വൈറ്റിലോട്ട് മാറും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതും നമ്മുടെ ഗാർഡനിൽ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് കേട്ടോ. ഇന്ന് പരിചയപ്പെടുത്തുന്നതെല്ലാം അങ്ങനെ ഫ്ലവറിങ് കൂടുതലായിട്ടുള്ള വെറൈറ്റീസാണ്. അടുത്തതായിട്ട് ഉള്ള വെറൈറ്റി എന്ന് പറയുന്നത് മുക്കുത്തി റോസാണ്. മുക്കുത്തി റോസ് നമ്മുടെ ഗാർഡനിൽ വെച്ച് കഴിഞ്ഞാൽ എന്നും ഫ്ലവർ തരുന്നൊരു വെറൈറ്റിയാണ്. വലിപ്പം കുറവാണ് പൂക്കൾക്ക്. ഇലയും നോക്കിക്കഴിഞ്ഞാലും ഇലയ്ക്കും തീരെ വലിപ്പമില്ല. നിറയെ മുള്ളുകളോട് കൂടിയ വെറൈറ്റിയാണ് കേട്ടോ. ഇഷ്ടംപോലെ അടുക്കി മുള്ളുകളുണ്ടാവും. വല്ലാത്തൊരു മജന്ത ഷെയ്ഡിലാണ് ഫ്ലവറിങ് വരുന്നത്. നിറയെ പൂക്കും, ബഞ്ചായിട്ട് ഫ്ലവറിങ് ആവുന്ന വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഒരു റോസ് ഗാർഡൻ സെറ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ്സ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഗ്രീൻ റോസാണ്. പച്ച റോസാണ് കേട്ടോ. ഗ്രീൻ കളറാണ് വരുന്നത്. ഇലയും പൂക്കളും എല്ലാം സെയിം കളറിലാണ്. ഇത് പൂക്കളുടെ ഷേപ്പ് കണ്ടോ, ഇതുപോലെ ആയിരിക്കും പൂക്കൾ ഉണ്ടാവുക. നല്ലൊരു വെറൈറ്റിയാണ്, നാടനാണ് കേട്ടോ. ഇത് നാടൻ മുക്കുത്തി റോസും ഇതും നാടൻ വെറൈറ്റിയാണ്. ഫസ്റ്റത്തെ രണ്ട് കാണിച്ചത് നാടൻ ബഡ്ഡിങ് ആണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഈ വീഡിയോയിൽ കാണുന്ന സെയിം പ്ലാന്റ്സ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അടിപൊളിയായിട്ടുള്ള പച്ച കളർ റോസ് എന്ന് പറയുമ്പോൾ ഒരു ഡിഫറെൻ്റ് ആണ്. നമ്മുടെ സാധാരണ റോസ് വെറൈറ്റി എന്ന് പറയുമ്പോൾ ആരും ഒരു ഗ്രീൻ കളറിലെ റോസ് ഉണ്ടാവുമെന്ന് ചിന്തിക്കില്ല, പക്ഷേ ഗ്രീൻ കളറിലെ റോസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഐഡി കറക്റ്റ് അറിയില്ല. മിനിയേച്ചർ റോസാണ്. ഒരു റൗണ്ട് ഷേപ്പാണ് ഇലയൊക്കെ വരിക. ഒരു പിങ്കും വൈറ്റും മജന്തയും കോമ്പിനേഷനിലാണ് ഫ്ലവറിങ് ആവുന്നത്. നിറയെ പൂക്കും, ബഞ്ചായിട്ട് പൂക്കും. അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു മിഡ് നൈറ്റ് ബ്ലൂ ആണ്. മിഡ് നൈറ്റ് ബ്ലൂവിനെ കുറിച്ചിട്ടും എടുത്തു പറയേണ്ട കാര്യമില്ല. കളറിൽ ബാക്കിയുള്ള റോസിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ ഫ്ലവറും നല്ല സ്മെല്ലുള്ള ഫ്ലവറും ആണ് കേട്ടോ. കളറെന്ന് പറയുന്നത് ഒരു കത്രിക കളർ, ഒരു വയലറ്റ് കളറാണ്. മിഡ് നൈറ്റ് ബ്ലൂ എന്നാണ് ഐഡി വരുന്നത്. ബഞ്ചായിട്ട് പൂക്കുന്ന വെറൈറ്റിയാണ്. നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ശിഖരങ്ങളൊക്കെ വന്ന് എല്ലാ ബ്രാഞ്ചിലും നല്ലതുപോലെ പൂക്കൾ വരുന്നൊരു വെറൈറ്റിയാണ്. ഇതുപോലെ ഫ്ലവറിങ് ആവും കേട്ടോ. നമ്മൾ വെച്ച് കഴിഞ്ഞ് നല്ലപോലെ കെയറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ്സ് നല്ലപോലെ ബുഷായിട്ട് വളരുകയും ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ഗാർഡനിൽ അട്രാക്റ്റീവായിട്ട് നിർത്താൻ പറ്റുന്നൊരു റോസ് കൂടെയാണ്. ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള വെറൈറ്റിയാണ് കേട്ടോ. കമ്പ് വെച്ച് കിളിർപ്പിച്ചെടുത്ത തൈകളാണ് സെയിലിനായിട്ടുള്ളത്. മിഡ് നൈറ്റ് ബ്ലൂ എന്നാണ് ഐഡി വരുന്നത്. നല്ല റോസാണ്. ബാക്കിയുള്ള റോസിൽ നിന്നും കുറച്ച് ഡിഫറെൻറ്റും ആണ്. ഫ്രാഗ്രൻസിൻ്റെ കാര്യത്തിലായാലും പൂവിൻ്റെ വലിപ്പമായാലും ആ ഒരു പാറ്റേൺ, ഫ്ലവറിങ് പാറ്റേൺ ഒക്കെ ആയാലും എന്തുകൊണ്ടും ബാക്കിയുള്ള റോസിൽ നിന്നും ഡിഫറെൻ്റ്. ഇനി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനിയും റോസിൻ്റെ വെറൈറ്റീസ് ആയിട്ടുള്ള റോസിൻ്റെ സെയിൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ റോസിൻ്റെ കെയറും ബാക്കിയുള്ള ചെടികളുടെ കെയറും കാര്യങ്ങളൊക്കെ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആ സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് അടുത്തതായിട്ട് കാശ്മീരി റോസാണ്. കാശ്മീരി റോസിനെ കുറിച്ചിട്ട് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. പ്ലാന്റ്സ് ഉള്ളവർക്ക് അറിയാമായിരിക്കും. നല്ലൊരു ബിഗിനേഴ്സ് ചോയ്സാണ് കേട്ടോ. ബിഗിനേഴ്സിന് പറ്റിയൊരു റോസാണ്. ആദ്യമായിട്ടൊക്കെ റോസ് വെച്ച് പഠിക്കുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാശ്മീരി റോസിനെ പെട്ടെന്ന് തന്നെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്നൊരു വെറൈറ്റിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് മുതൽ ഫ്ലവറിങ് ആവുന്ന വെറൈറ്റിയാണ്. ഒരിക്കലും പൂക്കൾ ഇല്ലാതെ നിൽക്കത്തില്ല. നമ്മൾ പ്രൂൺ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ജസ്റ്റ് ഒന്ന് ഫ്ലവറിങ് ഇല്ലാതെ നിൽക്കുകയുള്ളൂ. അല്ലാണ്ട് എപ്പോഴും പൂ തരാനായിട്ടുള്ള കപ്പാസിറ്റി ഉള്ളൊരു പ്ലാന്റാണ് കേട്ടോ ഇത്. അടിപൊളി വെറൈറ്റിയാണ്. ഒരു മജന്ത ഷെയ്ഡായിരിക്കും കേട്ടോ ആ ഫ്ലവർ വരുന്നത്. നിറയെ പൂക്കളുണ്ടാവും, നല്ലതുപോലെ പൂക്കുന്ന ടൈപ്പാണ്. മുള്ളിൻ്റെ ശല്യമൊന്നും അധികമായിട്ട് ഈ ഒരു വെറൈറ്റിയിലില്ല കേട്ടോ. ഇഷ്ടംപോലെ പൂക്കളുണ്ടാവും. അത്യാവശ്യം നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ടൈപ്പ് തന്നെയാണ് കാശ്മീരി റോസ്. കാശ്മീരി റോസിൻ്റെ കൂടെ തന്നെ പിങ്ക് ബട്ടൺ, നമ്മുടെ നാടൻ ഓറഞ്ച്, ഇതേപോലത്തെ വെറൈറ്റീസ് നമുക്ക് ബിഗിനേഴ്സായിട്ട് വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ.
അടുത്തതായിട്ട് സെയിലായിട്ട് വന്നേക്കുന്ന ബേബി പാരഡൈസ് എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ്. ഇതിനെക്കുറിച്ചിട്ടും എടുത്തു പറയേണ്ട കാര്യമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലവറിങ് ആവും. ഓരോ ദിവസവും ഫ്ലവറിങ് ആവുമ്പോൾ ഇതിൻ്റെ ഓരോ ഫ്ലവറിനും ഡിഫറെൻ്റ് വരും കേട്ടോ. വിരിയുന്ന സമയത്ത് ഒരു വൈറ്റും പിങ്കും ഷെയ്ഡായിരിക്കും. നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്കും, നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും ആ ഒരു പിങ്ക് ഷെയ്ഡ് കൂടുതലായിട്ട് ആ ഒരു പ്ലാന്റിൽ വരും. അങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലവറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചെടിയിൽ തന്നെ 4ഉം 5ഉം പാറ്റേണിലുള്ള ഫ്ലവർ നമുക്ക് കാണാനായിട്ട് പറ്റും. ആദ്യ ദിവസം വിരിയുമ്പോൾ ഒരു കളറ്, നെക്സ്റ്റ് ഡേ ആകുമ്പോൾ ഒരു കളർ, അതിൻ്റെ അടുത്ത ദിവസം ആകുമ്പോൾ കളറ് കുറച്ചുകൂടെ ഫെയ്ഡാവും. അങ്ങനെ 2-3 രീതിയിലുള്ള ഫ്ലവറിങ് നമുക്ക് ഈ ഒരു പ്ലാന്റിൽ കാണാനായിട്ട് പറ്റും. അങ്ങനെയുള്ളൊരു വെറൈറ്റിയാണ്. ബേബി പാരഡൈസ് എന്നാണ് ഐഡി വരുന്നത്. നാടൻ ബഡ്ഡിങ് തൈകളാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക കേട്ടോ. നിങ്ങൾക്ക് അതിനകത്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് വാട്സപ്പിൽ വരുമ്പോൾ ഡയറക്റ്റ് ലിങ്ക് കിട്ടും. വെൽക്കം മെസ്സേജിൽ തന്നെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കാർട്ടിൻ്റെ. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് റോസ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഞാനിതിൻ്റെ കമൻറ്റ് ബോക്സിൽ കാർട്ടിലോട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് വരാനുള്ള ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അതാകുമ്പോൾ നിങ്ങൾക്ക് നമ്പറൊന്നും സേവ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് വാട്സപ്പിൽ മെസ്സേജ് ഇടാനായിട്ട് പറ്റും. പിന്നെന്താ, അപ്പോൾ പ്ലാൻസ് വേണ്ടവർ ചെയ്യേണ്ട കാര്യം ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക. വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഏത് റോസാണ് ആവശ്യം, ഇതിനകത്ത് നിന്നുള്ള റോസാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് ഇടുക. ബാക്കി പ്രൊസീജിയറൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്